പാലക്കാട് പുതുശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ കാരൽ സംഘത്തിനു നേരെയുള്ള ആക്രമണത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ പ്രതികരണത്തിനെതിരെ മാതാപിതാക്കൾ രംഗത്തെത്തി. ആക്രമണത്തെക്കാൾ വേദനിപ്പിച്ചത് ബി.ജെ.പി. നേതാക്കളുടെ അധിക്ഷേപമാണെന്നാണ് അവരുടെ പ്രതികരണം. റിപ്പോർട്ട് കാണാം. പാലക്കാട് പുതുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ബി.ജെ.പി. നേതാവ് കൃഷ്ണകുമാർ ചില പരാമർശം നടത്തുകയും ചെയ്തു. അതിനെതിരെ ഇപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കൾ, കരോൾ സംഘത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, അതിനുശേഷം കുട്ടികൾ മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ ആ സംഘം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് ബി.ജെ.പി. നേതാവ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? ഈ ചെറിയ കുട്ടികൾ മദ്യപിക്കുന്നുള്ള ഒരു കാഴ്ചപ്പാട് അത് ആര് പറഞ്ഞാലും അതൊക്കെ അവരുടെ വീട്ടിലും മക്കളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ഈ 12 വയസ്സും 11 വയസ്സും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഈ മദ്യപിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാതെ മാനസികമായിട്ടുള്ള ഒരു വിഷമങ്ങളാണ് വരിക. സ്വാഭാവികമായിട്ടും കുട്ടികൾ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രൂപത്തിലേക്കാണ് ഈ പരാമർശം വന്നിട്ടുള്ളത്. വല്ലാത്തൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ എന്താ പറയുന്നത്? അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായോ? തീർച്ചയായിട്ടും അവർ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ക്ലാസ്സിലടക്കം പോകാൻ മടി കാണിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. കാരണം ഇവർ മദ്യപിച്ചിട്ടാണ് ഈ കരോൾ സംഘത്തിൽ പോയത് എന്നുള്ള ഒരു പ്രസ്താവന വളരെ വേദനിപ്പിക്കുന്നത് മാത്രമല്ല, ഇവർക്കും കുട്ടികളും മക്കളൊക്കെ ഉണ്ടല്ലോ. ഇവരും ഈ 12 വയസ്സിലും 11 വയസ്സിലും കുട്ടികൾ നമ്മുടെ നാട്ടുപുറത്തൊക്കെ അങ്ങനെ മദ്യപിക്കുന്നവരാണോ? ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ അത് ഇത് ശരിയല്ലാത്തൊരു അഭിപ്രായമാണ്. ഞങ്ങൾക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ള ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് ഈ കരോൾ സംഘം ആദ്യം പോയത് പോലീസ് സ്റ്റേഷൻ അവിടെ വെച്ചിട്ടാണ്. കരോൾ സംഘം പോകണം തന്നെ പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ പോലീസ് സ്റ്റേഷനിലുള്ളവർക്ക് തന്നെ അറിയാം എത്ര ചെറിയ കുട്ടികളാണെന്നുള്ളത്. ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ആ പ്രദേശത്ത് വെച്ചിട്ടാണ് അവരുടെ ഒരു പ്രദേശമുണ്ട്, ഒരു കവാടമൊക്കെ വെച്ചിട്ടുള്ള പ്രദേശമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ബൈക്കിൽ വന്ന കുറച്ച് ആളുകൾ ഇവരെ തടഞ്ഞു നിർത്തി ഈ ബാൻഡിൻ്റെ ഉപകരണങ്ങളും ഇതിനൊക്കെ തല്ലിപ്പൊട്ടിക്കുകയും ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ചവിട്ടിൽ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഈ കുട്ടികൾ പിന്നെ കരോളായിട്ട് ഇറങ്ങിയോ? ഒരു വീട്ടിൽ നിന്നേ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. പിന്നെ എന്നിട്ട് വേണ്ട കരോളായിട്ട് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് വെളിയിൽ പോലും ഇറങ്ങിയിട്ടില്ല. ആ അവസ്ഥയാണ്. എന്താ ചേട്ടാ പറയാനുള്ളത്? എനിക്കിതിൽ പറയാനുള്ളത്, കരോൾ പറഞ്ഞ ചെറിയ കുട്ടികൾ, പൊടിക്കുട്ടികൾ, അവരുടെ ഒരു സന്തോഷം, അവരതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സന്തോഷപരമായിട്ട് പിന്നെ ബോൾ വാങ്ങാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കായിട്ടാണ് അത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. ഇതിനെക്കുറിച്ച് കുട്ടികൾ മദ്യപിക്കുന്നു എന്ന് പറയുന്നത് വലിയ സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മുടെ കൊച്ചുമക്കൾ അതേമാതിരി അവർക്കും വീട്ടിലും മക്കളും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അതപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അവർ ചെറിയ മക്കളാണ്, അവർക്ക് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളതാണ് മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ രാജീവിനൊപ്പം സമീർ ബിൻ കരീം, 24 പാലക്കാട്. എന്തായാലും കേരള സംഘത്തിന് നേരെയുള്ള ആക്രമണത്തിൽ RSSനും ബി.ജെ.പിക്കുമെതിരെ വിമർശനം ഘടിപ്പിക്കുകയാണ് കോൺഗ്രസും CPIM-ഉം. ബി.ജെ.പി തുടർച്ചയായി ക്രൈസ്തവരെ ആക്രമിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരളത്തിലെ തൊഗാഡിയെയാണ് ബി.ജെ.പി നേതാവ് C കൃഷ്ണകുമാർ എന്ന് DYFIയും വിമർശിച്ചു. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അരങ്ങേറുന്ന ഈ ക്രൈസ്തവ വിരുദ്ധ വേട്ടയ്ക്ക് സമാനമായ രീതിയിലാണ് പാലക്കാടും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറകിലും ബി.ജെ.പിയുടെ പ്രവർത്തകരാണ്. ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകനാണ്. ആ കരോൾ സംഘത്തിൽപ്പെട്ട കുട്ടികളെപ്പോലും ആക്ഷേപിക്കുകയും അവരെ മദ്യപാനികളെന്ന് വിളിക്കുകയും ചെയ്തിട്ടുള്ള ബി.ജെ.പി നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ളവർ തയ്യാറാകേണ്ടതാണ്. കുട്ടികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചതുകൊണ്ട് ആ തരത്തിലുള്ള ക്രിമിനൽ വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ടായിരിക്കണം കേസെടുക്കേണ്ടതെന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ആക്രമണം നടന്ന പുതുശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് സ്നേഹ കാരൾ നടത്തും. DYFIയും വിവിധയിടങ്ങളിൽ കാരൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.